ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കോഴിക്കോട്ടെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം 12 മണിയോടെ എത്തുമെന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ അർജുന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. രക്ഷാദൗത്യം ഇന്ന് പുനരാരംഭിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിലൊക്കെ ചില പ്രതിസന്ധികളുണ്ട്. മാത്രമല്ല, ഈശ്വർ മാൽപേ എന്നുള്ള വിദഗ്ധൻ, മുങ്ങൽ വിദഗ്ധൻ, അദ്ദേഹം അവിടെ എത്തിയിട്ട് തിരിച്ച് ഉടുപ്പിയിലേക്ക് മടങ്ങുന്നു. ഔദ്യോഗിക ഭരണകൂടത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അവിടെ തെരച്ചിൽ നടത്തുന്നതിന്. അവിടെ കനത്ത മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി അവരുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു, അർജുന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്, അദ്ദേഹം കുടുംബാംഗങ്ങളെയൊക്കെ കാണുകയാണ്. വിവരങ്ങൾ. അനുജ, മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അർജുൻ്റെ കുടുംബാംഗങ്ങളുമായി മുഖ്യമന്ത്രി സംവദിക്കുകയാണ്. അർജുൻ്റെ ഭാര്യയും അർജുൻ്റെ അനിയത്തിയും സഹോദരങ്ങളും അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകളാണ് അർജുൻ്റെ ഈ കണ്ണാടിക്കലിലെ വീട്ടിലുള്ളത്. അവരുമായി നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിരൂരിലെ രക്ഷാദൗത്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് കൂടിയാണ് മുഖ്യമന്ത്രി കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യം കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ ബോധിപ്പിക്കും എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയും ഈശ്വർ മാൽപേ അവിടെ എത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയും ശക്തമായ അടിയൊഴുക്കും മൂലം തെരച്ചിൽ നടത്താനാകാതെ ഈശ്വർ മാൽപേ തിരികെ മടങ്ങിയിരിക്കുകയാണ്. എന്നാണെങ്കിലും ഈ രക്ഷാദൗത്യം ഈ തെരച്ചിൽ നിലവിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ MLA മാരുമായും അവിടുത്തെ ജില്ലാ കളക്ടറുമായും അർജുൻ്റെ കുടുംബാംഗങ്ങൾ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴും അവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി ഉൾപ്പെടെ സംസാരിക്കാൻ സാധിക്കുന്നില്ല, ആശയവിനിമയത്തിന് സാധിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ വിഷയം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നേരിട്ട് പെടുത്തുമെന്നാണ് അർജുൻ്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അകത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിട്ടില്ല. മാധ്യമങ്ങൾ പുറത്തു നിന്നും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നിന്നും അർജുൻ്റെ വീട്ടിലെ സന്ദർശനം നടത്തിയ ശേഷമായിരിക്കും മറ്റ് ഔദ്യോഗിക പരിപാടികളിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുക. അനുജ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണാടിക്കലെ അർജുന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അർജുന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്നും ഇപ്പോൾ ദൗത്യം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈശ്വർ മൽപേ ഇന്നവിടെ മുങ്ങി ഈ പറയുന്ന അടിത്തട്ടിലേക്ക് പോകാനൊക്കെ കഴിയുമെന്ന പ്രതീക്ഷയോടെ എത്തിയതാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു. അതിന് കാരണമായി പറയുന്നത് ഇപ്പോഴും ഈ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമാണ്. ഇന്നും 6 നോട്ട്സാണ് അതിൻ്റെ തീവ്രത, അതിൻ്റെ വേഗത എന്നതാണ്. അതുകൊണ്ടാണ് ഈശ്വർ മൽപേയെ അവർ ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഈശ്വർ മൽപേ ഉടുപ്പിയിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മുഖ്യമന്ത്രി തിരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ, അദ്ദേഹം മടങ്ങുകയാണ്, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന് കരുതുന്നു. അനുജ, അർജുൻ്റെ വീട്ടിലെ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി മടങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കൊപ്പം കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 5 മിനിറ്റ് നീണ്ട ഒരു സന്ദർശനമാണ് അർജുൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. മാധ്യമങ്ങളോട് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. കോഴിക്കോട് ഉച്ചയ്ക്ക് ശേഷം ഇനി മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുമില്ല. അല്പസമയം മുമ്പായിരുന്നു മുഖ്യമന്ത്രി കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അർജുൻ്റെ ഭാര്യയും സഹോദരിയും മറ്റ് സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. അതിനുശേഷം 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത്. നമ്മൾ കുടുംബത്തിൻ്റെ പ്രതികരണം കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ രക്ഷാദൗത്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് അർജുൻ്റെ കുടുംബാംഗങ്ങളുടെ ഒരു പ്രതികരണം കൂടി ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ തെരച്ചിലിനായി അവിടെ ഈശ്വർ മാൽപേ എത്തിയിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയായതിനാൽ അവിടെ നിന്നും മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവുമായും അവിടുത്തെ ജില്ലാ കളക്ടർ, അവിടുത്തെ സ്ഥലം MLA ഉൾപ്പെടെ ഉള്ളവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് അർജുൻ്റെ സഹോദരൻ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ MK രാഘവൻ പറഞ്ഞത് ഈ തെരച്ചിലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ഇടപെടലും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ കോഴിക്കോട്ടെ ജില്ലാ ഭരണകൂടം
ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് തെരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല. ഈശ്വർ മാൽപെ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. കാരണം അതിന് പ്രതികൂല കാലാവസ്ഥയാണ് അവിടുത്തെ ഈ രക്ഷാദൗത്യത്തിന്, ഈ തെരച്ചിലിന് പ്രതിസന്ധിയായി നിൽക്കുന്നത് എന്നാണ് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്താണെങ്കിലും ഇനി കുടുംബത്തിന്റെ പ്രതികരണം, ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനമായി. മുഖ്യമന്ത്രി എന്തെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ടോ? ഏത് തരത്തിലേക്ക് രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നതിൽ അതെങ്ങനെയാണ്, എന്താണ് മുഖ്യമന്ത്രിയുടെ ആ കാര്യത്തിലൊക്കെയുള്ള നിലപാട്? എന്തെങ്കിലും ഉറപ്പ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ നമ്മൾക്കിനി അറിയേണ്ടതുണ്ടല്ലോ രാഹുൽ. തീർച്ചയായിട്ടും അനുജ, അതുതന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം മാധ്യമങ്ങൾക്ക് വീടിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങളുമായി മാത്രമാണ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പ്, എന്തെങ്കിലും ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു മറുപടി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് കുടുംബം ഉടൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പും സർക്കാർ നൽകിയ ഉറപ്പും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അർജുൻ്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കാനായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവർ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ഒരു കൂടുതൽ വ്യക്തത വരും. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക്, അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. അനുജ. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ ദുഃഖം അനുഭവിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കാണുന്ന പോലെ തന്നെ സി എം നമ്മളെടുത്ത് വന്നു, ആശ്വാസം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അതെ. അല്ല, ഈശ്വർ മാൽപെ സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ പുള്ളിയുടെ പേരിൽ FIR ഒക്കെ ഇടുന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി തിരിച്ചു പോയി എന്നാണ് ഇപ്പം ഹസ്ബൻഡ് അവിടെ നിന്ന് വിളിച്ചപ്പം പറഞ്ഞത്. എന്താണെങ്കിലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, എന്തെങ്കിലും രീതിയിൽ നമുക്ക് നോക്കാം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് അവിടെയാണുള്ളത്. അല്ല, ഇത് തന്നെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല, അനിശ്ചിതാവസ്ഥയിലാണ്, ഒന്നും നടക്കുന്നില്ല എന്ന്. അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അനുജ, അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ പ്രതികരണമാണ് കണ്ടത്. അതായത് മുഖ്യമന്ത്രി എല്ലാവിധ തെരച്ചിൽ സംബന്ധിച്ച് എല്ലാവിധ ഉറപ്പും നൽകാം, എല്ലാവിധ കാര്യങ്ങൾ ചെയ്യാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുടുംബം ഇത് സംബന്ധിച്ച് ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പരമാവധി സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ അഞ്ജുവിൻ്റെ ഭർത്താവ് ഷിരൂരിലാണ് ഉള്ളത്. ഷിരൂരിൽ നിന്നും മറ്റു കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ഈശ്വർ മാൽപെ തിരച്ചിൽ മതിയാക്കി തിരച്ചിലിന് ഇറങ്ങാതെ മടങ്ങി എന്ന വിവരമാണ് ഷിരൂരിൽ നിന്നും കുടുംബത്തിന് ലഭിക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ ഇവിടേക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഷിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ചെയ്യാനാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിവേദനം നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് അർജുൻ്റെ സഹോദരിയായ അഞ്ജു ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അനുജ. രാഹുൽ, നിലവിൽ എന്തായാലും ദൗത്യമോടെ തടസ്സപ്പെട്ടിരിക്കുന്നു, ഒരു പുരോഗതിയും ആ കാര്യങ്ങളിൽ ഇല്ല എന്നതല്ലേ ഈ കുടുംബവും നൽകുന്ന വിവരം? തീർച്ചയായിട്ടും വേണു. ഈ ഷിരൂരിലെ ദൗത്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് നിശ്ചലമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ തിരച്ചിൽ അവിടെ പുനരാരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഇന്നലെ അവിടെ നടന്നിരുന്നില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഉച്ചയോടുകൂടി അർജുൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രിയുമായും ജില്ലാ ഭരണകൂടവുമായും സ്ഥലം MLAയുമായി സംസാരിക്കുന്നുണ്ട്. ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഇവിടെ നിന്നും ചെയ്യുന്നുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇന്ന് അല്പം മുമ്പ് മുഖ്യമന്ത്രിയും ഇവിടെ എത്തിയത്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷം 5 മിനിറ്റ് സംസാരിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രി മടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന് കാരണമായി അവിടുത്തെ ഷിരൂരിലെ ജില്ലാ ഭരണകൂടം പറയുന്ന കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് എന്നതാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ അടിയൊഴുക്ക്, പുഴയിലെ അതേ അടിയൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ശക്തമായ മഴ അവിടെ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഈശ്വർ മാൽപേ സ്വന്തമായി അവിടെ പരിശോധനയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലീസ് നടപടി സ്വീകരിക്കും. FIR ഉൾപ്പെടെയുള്ള നടപടികൾ FIR ഉൾപ്പെടെ ഇട്ടുകൊണ്ട് കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് ഈശ്വർ മാൽപേ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈശ്വർ മാൽപേയും സംഘവും അവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത്. നിലവിൽ ഈശ്വർ മാൽപേ സംഘവും ഉടുപ്പിയിലേക്ക് മടങ്ങിയെന്നാണ് അരുൺ പൂപ്പറമ്പ അവിടെ നമുക്ക് നൽകുന്ന വിവരങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ രക്ഷാദൗത്യം അവിടുത്തെ തിരച്ചിൽ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനി എന്ന് പുനരാരംഭിക്കുമെന്നതിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. അർജുൻ്റെ സഹോദരി ഭർത്താവ് അവിടെ ഉണ്ട്, ജിതിൻ. പക്ഷേ അവിടെ നിന്നും നേരിട്ട് കുടുംബത്തിന് ലഭിക്കുന്ന വിവരം ഇത് തന്നെയാണ്. എന്ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനിടെ ഈ ഡ്രെഡ്ജിംഗ് മെഷീൻ തൃശ്ശൂരിൽ നിന്നും കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ ഡ്രെഡ്ജിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ എത്തി, അവിടെ സ്ഥലം സന്ദർശിച്ചു. തിരിച്ചവർ മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഈ ഡ്രെഡ്ജിംഗ് മെഷീൻ്റെ ഓണറുമായി സംസാരിക്കുമ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ചതല്ലാതെ കൂടുതൽ ഉത്തരവുകൾ തനിക്ക് മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അത്തരം എന്തെങ്കിലും നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഈ മെഷീൻ അവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ വഴികളും നിലവിൽ അടഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിലവിൽ തെരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ട നടപടി എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. ഇനി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ഈ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ തലത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളതും. വേണു, ഈ കർണാടക ഒരു ഉപേക്ഷ വിചാരിച്ചെന്ന് പറയാൻ കഴിയുമോ? കാരണം അവർ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്നത് ഈ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തുകയും അവിടെ പരിശോധന നടത്തി ഈ ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. ആ സംഘം അവിടെ എത്തി, അവിടെ ഈ സ്ഥലം പരിശോധിച്ചപ്പോൾ അവർക്കും ബോധ്യമാകുന്നത് ഇവിടെ നിന്ന് ഈ ഡ്രഡ്ജർ എത്തിച്ച് അവിടെ ആ തിരച്ചിൽ നടത്താൻ കഴിയാത്ത അത്രയും കുത്തൊഴുക്ക് ആ ഭാഗത്തുണ്ട് എന്ന് തന്നെയല്ലേ? അതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തിരച്ചിൽ അസാധ്യം എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? വേണു, നിലവിലെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. കാലാവസ്ഥയെ പഴിചാരി, അതായത് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് നിലവിൽ കർണാടക സർക്കാരും കേരള സർക്കാരും പറയുന്നത്. ഈ ഡ്രഡ്ജർ മെഷീൻ അവിടെ എത്തിക്കുന്ന ആളുകൾ ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ ഓണറായിട്ടുള്ള നിതിനാണ്, കോഴിക്കോട് സ്വദേശിയായ നിതിനാണ് ഈ ഡ്രഡ്ജർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിതിനോട് സംസാരിച്ചപ്പോൾ ഇവിടെ നിന്നും സർക്കാരിൻ്റെ ഭാഗമായുള്ള 4 ആളുകളും നിതിനുമാണ് അവിടെ പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ ഡ്രഡ്ജർ മെഷീൻ ഇറക്കി പരിശോധിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. കാരണം ഡ്രഡ്ജർ മെഷീന് ഇറങ്ങി ചെല്ലാവുന്നതിനും അപ്പുറമാണ് ഇവിടുത്തെ ഈ ലോറി ഉണ്ട് എന്ന് പറയുന്ന ആഴം എന്ന് പറയുന്നത്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെയും നേവിയുടെയും സഹായം ലഭിക്കുകയാണെങ്കിൽ ഡ്രഡ്ജർ മെഷീൻ അവിടെ എത്തിക്കാമെന്നും പരിശോധന നടത്താമെന്നും നിതിൻ അറിയിച്ചിട്ടുണ്ട്. നിതിൻ ഈ ഡ്രഡ്ജർ മെഷീനുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരു പ്രതികരണം തന്നെയാണ് ഈ നിതിൻ നൽകിയിട്ടുള്ളത്. പക്ഷേ അതിന് അനുമതി നൽകേണ്ടത് തൃശ്ശൂരിലെ ജില്ലാ ഭരണകൂടമാണ്, കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ്. അതിലുപരി കർണാടകയിലെ അവിടുത്തെ സംസ്ഥാന സർക്കാരും അവിടുത്തെ ജില്ലാ ഭരണകൂടവുമാണ്. അതുകൊണ്ട് 2 സംസ്ഥാനങ്ങളും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിനൊടുവിൽ മാത്രമേ ഈ രക്ഷാദൗത്യം ഇനി പുനരാരംഭിക്കാനാവുകയുള്ളൂ. അതിപ്പോൾ ഡ്രഡ്ജർ മെഷീൻ അവിടെ എത്തിക്കുന്ന കാര്യം ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ മറ്റ് വഴികളാണെങ്കിൽ കൂടി, ഇനി 2 സർക്കാർ കൂടി ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനത്തിൽ മാത്രമേ ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവിടുത്തെ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നൽകിയപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു അർജുന്റെ കുടുംബവും നമ്മളെല്ലാവരും അതിനെ നോക്കി കണ്ടത്. നേരത്തെ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി അർജുന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ചു. അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ്, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്താണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഈ ഘട്ടത്തിൽ മറ്റു ഉറപ്പുകളൊന്നും നൽകാൻ കഴിയില്ല. കാരണം ഇത് കർണാടക സർക്കാർ കൂടി ചേർന്നെടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ കേരള സർക്കാരിന് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു. മുഖ്യമന്ത്രിക്ക് കുടുംബം നിവേദനം സമർപ്പിച്ചു. രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ നിവേദനം എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കും. ഉറപ്പും നൽകി മുഖ്യമന്ത്രി അല്പസമയം മുൻപ് അവിടെ നിന്ന് മടങ്ങുന്നു. ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വരുന്ന വിവരം ഇന്ന് രക്ഷാദൗത്യം പുനരാരംഭിക്കും എന്നുള്ളതായിരുന്നു വിവരം. പക്ഷേ അതിൽ തടസ്സമുണ്ടാകുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു. അവിടുത്തെ കാലാവസ്ഥ അനുകൂലമല്ല. ഈശ്വർ മാൽപേ അങ്ങോട്ടേക്ക് എത്തി. പക്ഷേ അദ്ദേഹത്തിന് പുഴയിൽ ഇറങ്ങാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിരുന്നില്ല. അദ്ദേഹം കുറേ നേരം അവിടെ
കാത്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്നൊക്കെയുള്ള ഭീഷണി വരുന്നതിനെ തുടർന്ന് അദ്ദേഹം ഉടുപ്പിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ മഴയുണ്ട്, ശക്തമായ അടിയൊഴുക്ക്, 6 നോട്ട്സ് എന്നുള്ളതാണ് നിലവിൽ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം അനുമതി നൽകാത്തത്. പ്രതികൂല കാലാവസ്ഥ എന്നുള്ളത് ഇപ്പോഴും അവിടെ തടസ്സമാണ്, ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോഴും എന്നുള്ളതാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഇപ്പോൾ അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞത് നമ്മുടെ നാട് വലിയൊരു ദുരന്തം നേരിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഇവിടുത്തെ സർക്കാരിന് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രി തങ്ങളെ കാണാൻ എത്തി എന്നുള്ളതിൽ അവർക്ക് ആശ്വാസമുണ്ട്. എല്ലാ സഹായവും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. എങ്കിലും ഈ പ്രതിസന്ധി തുടരുന്നു രക്ഷാദൗത്യത്തിൽ എന്നുള്ളത് അവർക്ക് ഒരല്പം ആശങ്കയായി തന്നെ അവർക്ക് ആ ദുഃഖം അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ, ഇപ്പോൾ ഇതിൽ ഈ കാര്യത്തിൽ എന്താണ് ഈ ഡ്രെഡ്ജിംഗ് മെഷീൻ അവിടെ വന്ന് പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം, അത്തരം കാര്യങ്ങളിലൊക്കെ ആരാണ് ഇനിയൊരു ഫോളോ അപ്പ് നടത്തേണ്ടത്? ഇപ്പോൾ ഈ കുടുംബത്തിന്റെ അഭിപ്രായം എന്താണ് അക്കാര്യത്തിൽ? സതീഷ് കൃഷ്ണസൈൽ MLA ഒക്കെ ആയിട്ട് അവർക്ക് പിന്നീട് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചയാളാണല്ലോ. അപ്പോൾ ഇതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഇതൊക്കെ കുടുംബാംഗങ്ങൾക്ക് അറിയാമോ? അനുജ, ഇന്നലെ വൈകിട്ട് ഇന്നലെ ഈ അർജുൻ്റെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ആ സ്ഥലം MLAയും അവിടുത്തെ ജില്ലാ ഭരണകൂടത്തെയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ നാട്ടിൽ തിരിച്ചെത്തിയത്. ഇന്നലെ മിനിങ്ങാന്ന് വീണ്ടും ശിരൂരിലേക്ക് പുറപ്പെടാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വീട്ടിൽ സന്ദർശനം നടത്തിയത്. അതുകൊണ്ട് ഇന്നലെ രാത്രിയാണ് ജിതിൻ ഇവിടെ നിന്നും ശിരൂരിലേക്ക് മടങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ജിതിൻ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടമായും സ്ഥലം MLAയുമായും ജിതിനും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരുമായി സംസാരിച്ചാൽ മാത്രമാണ് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അപ്പോഴും അവിടുത്തെ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും അവിടെ ഉള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥയിൽ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയില്ല. അത് മറ്റൊരു ദുരന്തത്തിന് കാരണമാകും. അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ ജീവന് സുരക്ഷയില്ലാതെ തെരച്ചിൽ നടത്താൻ അനുവദിക്കില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപ്പെ ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയില്ലാതെ സ്വയം രക്ഷാർത്ഥം സ്വയമേ അവിടേക്ക് ഇറങ്ങാം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് പറഞ്ഞത് ഇനി അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് നടപടികളിലേക്ക് കടക്കും, ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ FIR ഉൾപ്പെടെ ചുമത്തും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്നതോടെയാണ് ഈശ്വർ മാൽപ്പയും അവിടെ നിന്നും മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈശ്വർ മാൽപ്പയ്ക്ക് ഇനി ജില്ലാ ഭരണകൂടം ഒരു അനുമതി നൽകിയാൽ മാത്രമാണ് അവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് അവിടെ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. മുമ്പ് അഞ്ച് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി 2 സർക്കാരുകളിലാണ് പ്രതീക്ഷ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനവും ഇന്നലെ പ്രതിപക്ഷ നേതാവ് സന്ദർശനവും നടത്തിയിരുന്നു. ഇതിലെന്തെങ്കിലും സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കാണേണ്ടത്. അപ്പോഴും പ്രതികൂല കാലാവസ്ഥയെ പഴിചാരുകയാണെങ്കിൽ അത് ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഏതാണ്ട് 10-15 ദിവസമാകുകയാണ്. അന്ന് ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തിയായി തന്നെ തുടരുന്നു. അന്നുണ്ടായിരുന്ന അടിയൊഴുക്ക്, ആ പുഴയിലെ അടിയൊഴുക്ക് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമാകുകയാണ് തിരച്ചിൽ അനന്തമായി നീണ്ടുപോകാനുള്ള സാധ്യതയാണ്. ഈ ഡ്രഡ്ജർ മെഷീനിലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ആ മെഷീൻ ഇപ്പോഴും തൃശ്ശൂരിൽ തന്നെ തുടരുകയാണ്. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ശിരൂരിൽ ചെന്ന് പരിശോധന നടത്തി തിരിച്ചവർ കേരളത്തിലെത്തിയിട്ടുണ്ട്. അവർ മറ്റു ജോലികളിലേക്ക് കടന്നു എന്നാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ അറിയുന്നത്. ആ മെഷീനുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഡ്രഡ്ജർ മെഷീൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായും ആ മെഷീൻ അവിടേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും സംസ്ഥാന സർക്കാരും കേരളത്തിലെ സർക്കാരും കേരള സർക്കാരും കർണാടക സർക്കാരും ഈ വിഷയത്തിൽ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കുന്നു എന്നതാണ് എനിക്ക് നോക്കിക്കാണേണ്ടത്. അതിനൊടുവിൽ മാത്രമാണ് ഈ തെരച്ചിൽ പുനരാരംഭിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ.